മില്ല പ്രളയത്തിൽ വഴിയിൽ കുടുങ്ങിയ മലയാളികളുടെ സംഘം സുരക്ഷിതരാണ് എന്ന വിവരം വരുന്നു. കൊച്ചിയിലെ ട്രാവൽ ഏജൻസി വഴി പോയ 38 പേരുടെ സംഘം സുരക്ഷിത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മിന്നൽ പ്രളയം ഉണ്ടായതിന് സമീപം ഇന്നലെ 6 മണിക്കൂർ റോഡിൽ ഇവർ കുടുങ്ങിയിരുന്നു. 2 ട്രാവലറുകളിലായി സംഘം ഹോട്ടലിൽ എത്തിയെന്ന് ടൂർ ഉടമ ടിനു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഈ കുറച്ച് ആളുകൾ നേപ്പാളിലേക്ക് പോയത്. അതെ 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 ഇപ്പൊ എന്താ അവരുടെ ഒരു അവസ്ഥ? ഇപ്പൊ അവര് സേഫാണ്. അവരിപ്പോ പൊക്കറയ്ക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. അതാ അവർ ഇന്നലെ അവിടെ സ്റ്റേ എടുത്ത് ഒരു റിസോർട്ട് എടുത്ത് സ്റ്റേ ചെയ്യുമായിരുന്നു സിറ്റി ബാങ്കില്. ഇപ്പൊ അവര് അവിടുന്ന് രാവിലെ ട്രാവലിംഗ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. എത്ര പേരാ പോയത്? 38 അല്ലേ? അതെ അതെ അതെ. എല്ലാ ഈ എറണാകുളംകാരാണോ അതോ? അല്ലല്ല, അതിലൊരു 12 പേര് എറണാകുളം, ബാക്കി കോട്ടയത്ത് നിന്ന് 16 പേരുണ്ട്. പിന്നെ കണ്ണൂര് 2 പേര്, കാസർഗോഡ് 5 പേര്. കൂടുതൽ വിവരങ്ങളുമായി അനിൽ ജോർജ് ചേരുകയാണ്. അനിൽ, എന്തായാലും ഈ 38 പേരും സുരക്ഷിതരാണ്. അവർ പൊക്രയ്ക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ എന്ന് പറയുന്നു. എന്തായാലും അത് ഒരു ഭാഗ്യമായി, അവിടെ നിന്ന് ആ വലിയ ദുരന്തത്തിൽ പെടാതെ രക്ഷപ്പെടാനായി. പക്ഷേ 6 മണിക്കൂർ നേരം അവരെ കുറിച്ച് വലിയ വിവരമൊന്നും ഇല്ലാത്തപ്പോൾ വലിയ ആശങ്കയിലായിരുന്നു. തീർച്ചയായും ആശങ്കയുണ്ടായിരുന്നു. കാരണം ഒരു കൊച്ചുകുട്ടിയടക്കം ഉള്ള ആളുകളാണ് ഈ 38 പേരുടെ സംഘത്തിലുണ്ടായിരുന്നത്. വഴിയിൽ കുടുങ്ങിയ അവസ്ഥയിൽ എന്താവും മുമ്പോട്ടുള്ള യാത്രയെന്ന് പോലും കൃത്യമായി അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അവർക്ക് 2 ട്രാവലുകളിലായി ഒരു ഹോട്ടലിലേക്ക് എത്താനുള്ള സൗകര്യമുണ്ടായി. അതനുസരിച്ച് ഇന്നലെ അവർ സുരക്ഷിതരായി രാത്രി താമസിച്ചു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും അവർ കൂടുതൽ സുരക്ഷിതമായ സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് എത്താൻ സാധിക്കും എന്ന് തന്നെ അവർ പറയുകയും ചെയ്യുന്നു. ഇവർക്കൊപ്പം, ഈ സഞ്ചാരികൾക്കൊപ്പമുള്ള ടൂർ മാനേജറുമായും നമ്മൾ സംസാരിച്ചു. അപ്പോൾ എല്ലാവരും സുരക്ഷിതരാണ്. ആർക്കും ചെറിയ പരിക്കുകൾ പോലുമില്ല. യാതൊരു കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കഴിഞ്ഞ മണിക്കൂറുകളിലെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരു വലിയ ഒരു ഭയപ്പാടിൻ്റെ സമയം കടന്നുപോയി എന്ന് അവർ പറയുകയും ചെയ്യുന്നു. സഞ്ചാരികൾ പലർക്കും, അതായത് ഈ 36 പേരുടെ ഈ സംഘത്തിൽ പലർക്കും അവരുടെ വിവരങ്ങൾ പങ്കുവെക്കാൻ വലിയ താല്പര്യമില്ല എന്ന നിലയിലാണ് കാര്യങ്ങൾ. പക്ഷേ അവരെല്ലാവരും സുരക്ഷിതരാണ് എന്ന ആശ്വാസകരമായ ഒരു വാർത്തയാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. ഇവരെല്ലാം ടൂറിസ്റ്റുകളായി തന്നെ നേപ്പാൾ കാണാൻ വേണ്ടിയുള്ള യാത്രയിലായിരുന്നു. തീർത്ഥാടനമോ മറ്റു കാര്യങ്ങളോ ആയിരുന്നില്ല. ടൂറിസ്റ്റുകൾ എന്ന നിലയിൽ നേപ്പാൾ കണ്ട് ആസ്വദിക്കുക എന്ന നിലയിലാണ് അവിടേക്ക് പോയത്. അങ്ങനെയുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ ഈ ഒരു ദുരന്തത്തിൻ്റെ വക്കിൽ നിന്ന് തിരിച്ച് സുരക്ഷിതരായി എത്തുന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. ഇപ്പോൾ പൊക്രയിലേക്ക് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. രുജീഷ്. ശരി അനിൽ ജോർജ്, എന്തായാലും 38 അംഗ മലയാളി സംഘവും സുരക്ഷിതരാണ്. പക്ഷേ ആ ദുരന്ത സ്ഥലത്ത് ഇപ്പോൾ വലിയ തരത്തിൽ തന്നെ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്ത്യക്കാർ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും കാണാമറയത്തായി ഒരുപാട് ആളുകളുണ്ട്. ആ 800-ലധികം ആളുകളാണ് ഈ ദുരന്തത്തിൽപ്പെട്ടത്. വലിയ സുരക്ഷാ സംവിധാനങ്ങളുമായി NDRF സംഘം അടക്കമുള്ള ആളുകൾ, ചൈനയുടെ സഹായം, എല്ലാവരും തന്നെ അവിടെ വലിയ തെരച്ചിൽ തുടരുകയാണ്. വലിയ ദുരന്തമാണ് നേപ്പാൾ ഏറ്റുവാങ്ങിയത്. ഇപ്പോഴും ആ ആശങ്ക പൂർണ്ണമായും മാറിയിട്ടുമില്ല. മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.